ഹലോ അസ്സലാമു അലൈക്കും. കുറേ ആയി ഒരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂസിലൻഡിൻ്റെ കാഴ്ചകളുടെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങളും തിരക്ക് കാരണം ഒരു മടി വന്നിട്ട് ഇട്ടിട്ടില്ല. ഇപ്പോൾ ഈ ആഴ്ച നമ്മളുടെ പേരൻസ് വന്നിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ പേരൻസ്. അപ്പോൾ അവരായിട്ട് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഒരു ന്യൂസിലൻഡ് സ്റ്റൈലിൽ ക്യാമ്പിങ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വീഡിയോസ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസിലൻഡ് സ്റ്റൈൽ ക്യാമ്പിംഗ് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് കാണല്ലേ. അപ്പം ഞങ്ങളെ വീട്ടിൽ നിന്നൊരു ഏകദേശം 2 മണിക്കൂർ യാത്ര ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ലിറ്റിൽ വൈപ്പ റിസർവ് ആണ്. ഇത് വൈക്കാറ്റോ റീജിയനിലുള്ള ഒരു ക്യാമ്പിംഗ് സ്ഥലമാണ്. ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ഏരിയ ആണ്. ഇതിന് ഫ്രീഡം ക്യാമ്പിംഗ് എന്നാണ് പറയുക. അർത്ഥം ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടൊക്കെ ഗവൺമെൻറ്, ഇത് കൗൺസിലാണ് ഇതാക്കുന്നത്. നമ്മൾ അവിടുത്തെ പെർമിഷൻ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റിലാണ് നമുക്ക് ആ ക്യാമ്പിങ്ങിൽ ആ ഏരിയയിൽ നമുക്ക് ഒരു സ്ഥലം എടുക്കുക. സ്ഥലം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടുത്തെ റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ട് ടെൻ്റൊക്കെ കിട്ടാം. ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ക്യാമ്പിംഗ് ആണിത്. ഇത് ലേക്ക് കറാപ്പിറോ ലേക്ക് സൈഡുള്ള ഒരു ക്യാമ്പിംഗ് ഏരിയ ആണ്. ഇത് വലിയൊരു ഗ്രൗണ്ടിൽ കുറേ വണ്ടികൾ വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും പെർമിറ്റ് മുന്നെടുത്തതാണ്. ഇത് നേച്ചർ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അമ്യൂണിറ്റീസ് ഒന്നുമില്ല, നല്ല ഫ്രഷ് വാട്ടർ ഒന്നും കിട്ടില്ല കുടിക്കാൻ. അതുപോലെ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ബാത്റൂമുകളൊന്നും ഇല്ല. ബാത്റൂമിൻ്റെ ഞാൻ പിന്നെ കാണിക്കാം. പിന്നെ ക്യാമ്പിംഗ് ഫയർ ചെയ്യാൻ പാടില്ല, പക്ഷേ ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള ഒരു ചെറിയ പിക്നിക് ഏരിയ ഒക്കെ ഉണ്ട് അവിടെ. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ക്യാമ്പിൽ തന്നെ ചെയ്യാം. പലതരം വണ്ടികൾ ഇവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മോട്ടോർ ഹോമായിട്ട് വന്നവരുണ്ട്, ക്യാരവനായിട്ട് വന്നവരുണ്ട്, ജീപ്പായിട്ട് വന്നവരുണ്ട്. പലരും പല സ്റ്റൈലിൽ കാണാം. നല്ല അടിപൊളി വീടുമാരത്തെ ടെൻറ്റുകളും വരെ ഞങ്ങളിവിടെ കണ്ടു. ഇങ്ങനെ ഫുൾ സെറ്റപ്പ് കിച്ചണും എല്ലാം അതൊക്കെ ഉള്ളത്. ഞങ്ങൾ വന്നിരിക്കുന്ന സാധാ ടെൻറ്റായിട്ട്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളൊരു 12 ഫാമിലീസ് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട്. എല്ലാവരെയും സാധാ ടെൻറ്റുകളുണ്ടായിരുന്നു. അതുതന്നെ പലതരം ടെൻറ്റുകളുണ്ട്. ഞങ്ങളതിലുണ്ടായിരുന്നത് ഞങ്ങളെ ഫാമിലിക്ക് 2 ടെൻറ്റായിരുന്നു. ഒരു 2 ആൾക്കാർ കിടക്കുന്ന ഒരു ടെൻറ്റും പിന്നെ 4 ആൾക്കാർ കിടക്കുന്ന ടെൻറ്റും. അപ്പോൾ നമ്മൾ സ്ഥലമൊക്കെ ആദ്യം കണ്ടുപിടിച്ചു, എല്ലാവർക്കും കൂടി ഒരുമിച്ച് ക്യാമ്പ് ചെയ്യാനുള്ളത്. എന്നിട്ട് നമ്മളിതാ ഇപ്പോൾ ടെൻറ്റൊക്കെ അത് എല്ലാവരും അൺപാക്ക് ചെയ്തിട്ട് വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കരുതിയാണ് നമ്മൾ ഇങ്ങനത്തെ ക്യാമ്പിങ്ങിനൊക്കെ വരുമ്പോൾ. ഇത് വന്നിട്ട് അസുവാണ് ഹെൽപ്പ് ചെയ്തത് ടെൻറ്റൊക്കെ ഫിറ്റ് ചെയ്യാൻ. അങ്ങനെ ടെൻറ്റൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല മണ്ണിലേക്ക് എല്ലാം അടിച്ചതിന് ശേഷം ഇത് ഞങ്ങളുടെ ഏരിയയുടെ ഫ്രണ്ട്സുകളുടെ ടെൻറ്റാണ്. ഇതൊക്കെ കൂടിയിട്ട് ബാക്കിയുള്ള ടീംസൊക്കെ ഭയങ്കര വലിയ സെറ്റപ്പ് ടെൻറ്റ് ഇടുമ്പോൾ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ ടെൻറ്റ് അടിച്ച് നിൽക്കുന്ന ആൾക്കാരെ മാതിരി തോന്നുന്നുണ്ടല്ലേ. എന്നിട്ട് ഞങ്ങളതിന് പരസ്പരം പറഞ്ഞ് ചിരിക്കുന്നു. പക്ഷേ അങ്ങനത്തെ ടെൻറ്റുകളും വേറെ ആൾക്കാരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ടെൻറ്റ് എടുക്കുമ്പോൾ ഇത് 3 മീറ്റർ വ്യത്യാസം വേണം എന്നാണ് പറയുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഒറ്റൊരു വലിയ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞങ്ങളുടെ ടെൻറ്റുകളെല്ലാം അടുത്തടുത്ത് തന്നെ വെച്ചത്. ഇത് വീട്ടിൽ നിന്നൊക്കെ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളാണ്. ഇതൊരു വലിയ ടെൻറ്റായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലത്തെ 4 ആൾക്കാരുടെ ടെൻറ്റാണ്. പക്ഷേ ഒരാളുടെ ഹൈറ്റിലുള്ള ടെൻറ്റായിരുന്നത്. മറ്റേ ഞങ്ങൾ രണ്ടൊക്കെ കുനിഞ്ഞിട്ട് വേണം പോകാൻ. ടെൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രേ ചെയ്തു. നല്ലൊരു കാം മൂമെൻ്റ് ആയിരുന്നത്. നല്ല പുഴവക്കത്ത് ഒരു നിസ്കരിച്ച് അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ലഞ്ച് കഴിച്ചു. അപ്പോൾ ലഞ്ച് നമ്മളെല്ലാവരോടും പോട്ട്ലക്ക് ലഞ്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ടെൻറ്റ് കെട്ടാൻ തന്നെ കുറച്ച് സമയം എടുക്കും. ടെൻറ്റ് കെട്ടിയതിന് ശേഷം പിന്നെ കുക്ക് ചെയ്തിട്ട് ലഞ്ച് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വരണ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് എല്ലാവരും സ്വന്തമായിട്ട് കഴിക്കുക. എന്നിട്ട് ഉച്ചക്കുള്ള ഭക്ഷണം അവരവരെ ഫാമിലിക്കുള്ള ഭക്ഷണം മാത്രമായിട്ട് കൊണ്ടുവരിക. എന്നിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാനുള്ള അങ്ങനത്തെ രീതി. നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ കണ്ണൂർക്കാരുണ്ട്, കാസർഗോട്ടുകാരുണ്ട്, തൃശ്ശൂർക്കാരുണ്ട്. അപ്പോൾ പലതരം ആൾക്കാരായതുകൊണ്ട് അവരവരെ വീട്ടിലത്തെ നല്ല നല്ല ഫുഡുകളായിരുന്നു എല്ലാവരും കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ ലെല്ലുമാസ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതപ്പോൾ ഞാൻ ഇവിടുത്തെ ബാത്റൂം സെറ്റപ്പൊക്കെ ഇങ്ങനെ കാണിച്ചുതരാം. ഇത് ഷവർ ഏരിയയാണ്. ടാങ്കിൽ വെള്ളം വന്നിട്ടാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ പ്രത്യേകമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് വെള്ളം ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വാഷിങ്ങും പാത്രം കഴുകാനോ പെറ്റ്സിനെ കുളിപ്പിക്കാനോ നമ്മൾ ഡ്രസ്സ് കഴുകാനൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ഇവിടുത്തെ ബാത്റൂമിലൊന്നും വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ബോട്ടിലൊക്കെ കരുതണം. അപ്പോൾ ആ ബോട്ടിലിൻ്റെ പകരമാണ് ഇതൊരു പോർട്ടബിൾ ബിഡേ എന്നാണ് പറയുക ഇതിന്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, അതിൽ ഒരു പൈപ്പ് മാതിരി ഉണ്ട്. വെള്ളം നിറച്ച് നമ്മൾ സ്ക്വീസ് ചെയ്താൽ വെള്ളം വരും. നല്ല ഹെൽപ്ഫുള്ളാണിത്. ഷീൻ, ടിമു, ആമസോണിലൊക്കെ കിട്ടും ഈ സാധനം. അപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള വെള്ളം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ അതവിടെ ഷവർ ഏരിയയിൽ നിന്ന് കുറച്ച് വെള്ളം ഫില്ല് ചെയ്യണം. വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് ആക്കിയതിനെ കണ്ട വെള്ളം പൈപ്പിൽ നിന്ന് വെള്ളം വരണ മാതിരി വരും. അത്ര ഫോഴ്സ് ഇല്ലെങ്കിലും നല്ല അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ ഈ ഒരു പോർട്ടബിൾ ബിഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നമുക്ക് എപ്പോഴും ട്രാവലിന് യൂസ്ഫുള്ളാണ്. ഇതാണ് ബാത്റൂമിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല, ഫ്ലഷോ ഒന്നുമില്ല. ഒരു കുഴിയാണ്, ഭയങ്കര ഡീപ്പായിട്ടുള്ള കുഴി. അപ്പോൾ തുറന്ന ഉടനെ തന്നെ കാണാം ആ കുഴീനെ. എപ്പോഴും ക്ലോസറ്റ് ലിഡായിട്ടായിരിക്കും, കാരണം മണം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ബാത്റൂം. ഈ ക്യാമ്പിങ്ങിൽ ആകോട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ബാത്റൂമാണ് കേട്ടോ.
ഇങ്ങനത്തെ ക്യാമ്പിംഗ് സൈറ്റിൽ ഈ ഫ്രീഡം ക്യാമ്പിംഗ് സൈറ്റിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുള്ളൂ. എന്തായാലും ആ കുഴിയൊന്നും തുറന്ന് കാണിച്ചു തരുന്നില്ല. അത് എങ്ങനെയോ കുഴി തുറക്കുക, മൂത്രമൊഴിക്കുക, കഴിക്കുക, പെട്ടെന്ന് പുറത്തേക്ക് ചാടുക, ഇതാണ് സംഭവം. ബാത്റൂം പരമാവധി യൂസ് ചെയ്യാണ്ടാണ് ഞങ്ങളെല്ലാവരും നോക്കിയത്. പക്ഷെ അവിടെ എല്ലാവരും ഇതൊക്കെ അക്കംസ്റ്റഡ് ആയിക്കണം. നമുക്കത് ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രം. ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ഒരു 5 മണിയായപ്പോൾ ഞങ്ങളിൽ ഇൻഫ്ലേറ്റബിൾ ചെറിയ ബോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളതിൽ എയറൊക്കെ ഫില്ല് ചെയ്ത് വക്കത്തേക്ക് ഞങ്ങൾ പോവാണ്. കുറച്ച് കയാക്ക് ചെയ്യാനും പിന്നെ അതുമാതിരി തന്നെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാനൊക്കെ ആയിട്ട്. നല്ല ഫ്രീസിങ് തണുത്ത വെള്ളമാണ്, പക്ഷെ ഇത് ഫ്രഷ് വാട്ടറിലേക്കാണ്. ഭയങ്കര ക്ലിയറാണ്, ചളിയോ ഒന്നുമില്ല. ഇവിടെ ന്യൂസിലൻഡിലത്തെ ഏറ്റവും പ്ലസ് പോയിന്റ് തന്നെ ഇവിടെ പോയിസണസ് ആയിട്ടുള്ളത് വാട്ടറിലോ ലാൻഡിലോ ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ഇല്ല ഇവിടെ. അപ്പം നമുക്ക് ധൈര്യത്തിൽ പോവാം. ആ കൂടെ ഉള്ളത് ഈലാണ്, പക്ഷെ അത് ഈലൊന്നും ഇങ്ങനത്തെ ഫ്രഷ് വാട്ടർ ലേക്കിൽ ഉണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പോൾ അൽഹംദുലില്ലാ ആ ഒരു ഇതിൽ നമുക്ക് ധൈര്യത്തിൽ നമുക്ക് ഇറങ്ങാം. ക്രോക്കഡൈൽസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇതാ പുഴയിൽ ഞങ്ങൾ ഇറങ്ങിയാണ് ഇപ്പോൾ ഈ ലേക്ക് സൈഡിൽ. അവിടെ ഫുൾ ഡ്രസ്സ് ഇട്ട് തട്ടൊക്കെ ഇട്ടിട്ടുള്ള ഫാമിലി ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ പുഴയിലേക്ക് ഇറങ്ങണേ. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ പുഴയിൽ നല്ലോണം എൻജോയ് ചെയ്ത്. കുറച്ച് ആൾക്കാർ കയാക്കിങ് ചെയ്ത്, നീന്തൽ, മുങ്ങി, പാട്ടുപാടൽ ഒക്കെ ചെയ്ത്. അൽഹംദുലില്ലാ അതിന് ശേഷം ഞങ്ങൾ ആ പുഴയിൽ തന്നെ ഉള്ളു കൊടുത്ത് പിന്നെ നിസ്കരിക്കാനൊക്കെ മഗ്‌രിബിന് നിസ്കരിക്കാനുള്ള റെഡി ആയിട്ടുണ്ട്. പിന്നെ ക്യാമ്പിങ്ങിന് വരുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ കരുതി നമ്മൾ തന്നെ കുക്കിങ്ങൊക്കെ ചെയ്യണം. കാരണം തൊട്ടടുത്തൊന്നും അങ്ങനെ സൂപ്പർ മാർക്കറ്റോ റെസ്റ്റോറൻറ്റ്സോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും കൂടി ഡിന്നർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിൽ തുടങ്ങി. ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. കുറച്ച് കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർ കുറച്ചുകൂടി ആക്റ്റീവ് ആവും, ബാക്കിയുള്ളവർ അവരെ സപ്പോർട്ടൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. കുട്ടികൾക്ക് നൂഡിൽസ് ആക്കി, നമ്മൾ അഡൽട്ട്സിന് ചിക്കൻ റോള് മാതിരിയാണ്. അപ്പോൾ നമ്മളെ കൂട്ടത്തിലൊരു ഷെഫുണ്ട്. അവർ പേസ്ട്രി ഷെഫാണെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ എപ്പോഴും ഒരു ഐറ്റം അവരെ വക ഉണ്ടാവാറുണ്ട്. അവർ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. അപ്പോൾ അത് അവരാണ് ഡിന്നറൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നതെന്ന്. ഇതാ കുബൂസ് നിരത്തി, കുബൂസിലേക്ക് ഫില്ലിങ്ങൊക്കെ ഇട്ട് സോസൊക്കെ ഇട്ട് അങ്ങനെ ചിക്കൻ റോളൊക്കെ റെഡിയായി. ഡിന്നർ കഴിച്ചതിന് ശേഷം പിന്നെ ആണുങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പാട്ടുപാടലും ഒക്കെ ചെയ്ത് അതിന് ശേഷം എല്ലാവരും ഉറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പായി. ഞങ്ങളൊന്ന് സ്റ്റാർ ഗേസിങ് ഒന്ന് കണ്ടിരുന്നു. അത് നല്ലുണ്ട് മാഷാ അല്ലാ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഇരുട്ടാണെങ്കിലും മേലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. നല്ലോണം സ്റ്റാർസ് ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും ടെൻറ്റിലൊക്കെ കയറി ഉറങ്ങാനുള്ള റെഡി ആയിട്ടുണ്ട്. ടെൻറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ട് 2-3 പ്രാണികളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേര് ഒരു ടെൻറ്റിൽ പുതപ്പും തലാണയും സാധനങ്ങളും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് ഒരു ക്യാമ്പിങ് കംഫർട്ട് ആൻഡ് ഈസി ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്യാമ്പിങ് എസെൻഷ്യൽസും ഗിയറൊക്കെ എന്താ വേണ്ടതെന്ന്, ടെൻറ്റിൽ എന്തൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനത്തെ ഒരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് അടിക്കട്ടെ. ഇത് ഞാനൊരു പുലർച്ചെ 2 മണിയൊക്കെ ആകുമ്പോൾ എണിച്ചപ്പോൾ സ്റ്റാർ ഗേസിങ് ഉണ്ടോ എന്ന് നോക്കിയത്. പക്ഷേ നല്ല നിലാവുള്ളതുകൊണ്ട്, നല്ല മൂൺ ബ്രൈറ്റ് ആയതുകൊണ്ട് സ്റ്റാർസിനൊന്നും അങ്ങനെ കണ്ടില്ല. പിന്നെ അത് സുബൈക്ക് എണിച്ച് 5:30 ആകുമ്പോൾ എണിച്ചപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇത്. ഫജർ ടൈം നല്ല കാം ആൻഡ് സെറിനിറ്റി ആയിരുന്നു മാഷാ അല്ലാ. നിസ്കാരത്തിന് ശേഷം കുറേ നേരം പുഴയുടെ അവിടെ പോയി ഇരുന്ന് ആ ഒരു മൊമെൻ്റ് ഇല്ലേ, അതങ്ങോട്ട് ഇൻഹേൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാമ്പിങ് ചെയ്തപ്പോൾ അത്ര തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷേ കാലത്ത് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു സുഖമുള്ളൊരു തണുപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൺ ഡേ ക്യാമ്പിങ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ച് അതിനുശേഷം എല്ലാവരും പാക്കപ്പ് തുടങ്ങി. ഞങ്ങളെ പാരൻസ് മാത്രമല്ല വിസിറ്റിങ്ങിന് വന്ന് ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ പാരൻസും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമായി, നല്ലൊരു ബോണ്ടിങ്, ഒരു ഫാമിലി ടൈമായിരുന്നു. അൽഹംദുലില്ലാ അങ്ങനെ ക്യാമ്പിങ് കഴിഞ്ഞ് ഒരു എക്സ്പീരിയൻസ് അവർക്ക് ആ എല്ലാ പാരൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊടുത്തിട്ട് ഞങ്ങളിതാ ഇവിടെ നിന്ന് മടങ്ങാണ്. ആ ഗ്രൗണ്ട് എങ്ങനെയോ കിട്ടി അതേമാതിരി നല്ല നീറ്റാക്കിയിട്ട് തന്നെ കൊടുത്തിട്ട് നമ്മൾ ഈ ക്യാമ്പ് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ബ്ലൂ സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ന്യൂസിലാൻഡ് സ്പ്രിംഗ് ഉണ്ട്. 70% ഓഫ് ഫ്രഷ് ഡ്രിങ്കിങ് സ്പ്രിംഗ് വാട്ടർ ഈ ലേക്കിൽ നിന്നാണ് വരുന്നത്. അതൊരു വലിയൊരു ലേക്കാണ്. ആ ലേക്കിൻ്റെ അറ്റത്ത് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ. കാരണം ലേക്കിൻ്റെ നടുവിൽ ഇവിടെ ഒന്നും കുളിക്കരുതെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ലേക്കും പാരൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകണത്. ആ ലേക്കിൻ്റെ അറ്റാണ് ആദ്യം ഞങ്ങൾ കണ്ടത്. അപ്പോൾ അവിടെ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി ധൈര്യമുള്ളവർക്ക് ചാടണമെങ്കിൽ ചാടാം എന്നുള്ളൊരു മട്ടത്തിൽ അവിടെ വെച്ചിട്ടുണ്ട് അവർ. പിന്നെ മെയിൻ എൻട്രൻസ് കൂടെ ബ്ലൂ സ്പ്രിംഗ് അവർ കാണാൻ വേണ്ടി പോയി. നല്ല സുബ്ഹാനല്ലാഹ്, പുട്ടാറൂർ ബ്ലൂ സ്പ്രിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. പേര് മാതിരി തന്നെയാണ്,
നല്ല സണ്ണി ഡേ ആണെങ്കിൽ നമുക്ക് ശരിക്കും ബ്ലൂയിഷ് ഗ്രീനിഷ് ആയിട്ട് ആ ലേക്കിന് നല്ല ഭംഗിയിൽ നമുക്ക് കാണാം. നല്ല ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ. ക്ലൗഡി ആണെങ്കിൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല, പക്ഷെ നല്ലൊരു വെതർ ആയതുകൊണ്ട് നമുക്ക് ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഈ ലേക്ക് കാണാൻ പറ്റി. സുബ്ഹാനല്ലാഹ്, ദിസ് ഇസ് അള്ളാഹ്സ് ക്രിയേഷൻ വിച്ച് ഇസ് സോ ബ്യൂട്ടിഫുൾ. അവർ പ്രത്യേകം പറയുന്നുണ്ട് നമ്മളൊന്നും അതിലേക്ക് എടുത്ത് ഇതാക്കുന്നത്. ഇവിടെ വരുന്നവരെല്ലാം ഇവിടുത്തെ റൂൾസുകളൊക്കെ മാനിക്കുന്ന കൂട്ടത്തിലുമാണ്. അതുകൊണ്ട് നമുക്കത് ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ ആണത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ന്യൂസിലൻഡ് വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങളെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ എന്തെങ്കിലും കമൻറ്റ്. വലിയ ഫാൻസി വീഡിയോ ഒന്നുമല്ല, ഞങ്ങൾ എങ്ങനെയാണ് എൻജോയ് ചെയ്തത് അത് അതേമാതിരി ആ രീതിയിൽ തന്നെയാണ്, റോ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ അത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ താഴെ എന്തായാലും പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.